ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. ചില്ലിയോ ലില്ലിയോ എന്ത് പണ്ടാറ മണ്ണിൽ പറഞ്ഞോ, ഇപ്പൊ തന്നെ രൂപ 10,400 ഈ ടെൻഷൻ പിടിപ്പിക്കാതെ കാര്യം പറ. എടാ, അവളുടെ വീടറിഞ്ഞു, പേരറിഞ്ഞു. ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ? പറയാം, ഞെട്ടരുത്. ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. പറയാം, രസ്യം ചിക്കൻ. നീ കൂടുതൽ ചിക്കരുത് ശവമേ, കാര്യം പറഞ്ഞ പോലേക്ക്. നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്ന നല്ലതാണ്. പുല്ലേ, എങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം. വേലക്കാരനോ? എന്താ, പറ്റില്ലേ? എങ്കിൽ വേണ്ട. വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ടേ നീ തന്നെ അങ്ങ് ചെല്ല്. നിനക്കാവുമ്പോ ചേരും, വേഷവും കെട്ടണ്ട. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോകോളാം. അയ്യടാ, മൂഞ്ചിയ 10 മുനിസിപ്പാലിറ്റി. കാക്കയ്ക്കും തൻ മൂഞ്ചി പൊന്മൂഞ്ചി താനടാ. ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം. നിനക്കെന്താ അത്ര നിർബന്ധം? അവിടെ ഒരു വേലക്കാരന്റെ തസ്തിക ഒഴിവുണ്ട്, അതുകൊണ്ടാ. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട് ആ PC പോയി. നീ കാര്യമായിട്ട് പറഞ്ഞോ? എന്റെ അമ്മ, ഈ ചപ്പാത്തിയാണ് സത്യം. എന്നാ പിന്നെ കൈ നോക്കിക്കളേ അല്ലേ? ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ? നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും. എടാ, 2 ദിവസം കെട്ടിയാൽ മതി, 3ന്റെ അവിടെ വീഴും. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്. നീ എത്ര കാര്യമാക്കി എടുക്കണ്ട. എന്താ? അവളൊന്ന് പ്രസവിച്ചാണ്.